2 ദിവസങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ 2 ദിവസവും പുറമേ നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിരുന്നു. സ്കൂളിലെ മണിയും ട്യൂഷൻ സെന്ററിലെ ബഹളങ്ങളും വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കുറ്റപ്പെടുത്തലുകളും എല്ലാം പതിവ് പോലെ ആവർത്തിച്ചു. പക്ഷേ പാറുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അടങ്ങാതെ വീശുന്നുണ്ടായിരുന്നു. അവൾ ഇപ്പോൾ കൂടുതൽ മിണ്ടാതെയായി. ക്ലാസ്സിൽ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ അറിയാമായിരുന്നിട്ടും അവൾ തലകുനിച്ച് മൗനം പാലിച്ചു. ഇടവേള സമയങ്ങളിൽ കൂട്ടുകാർ കളിച്ചിരികളുമായി നടക്കുമ്പോൾ അവൾ മാത്രം പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾക്കിടയിൽ തൻ്റെ മുഖം ഒളിപ്പിച്ചു. അവളുടെ ഫോണിലേക്ക് അജ്ഞാതനായ ആളിൻ്റെ മെസ്സേജുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. അതിലെ ഭീഷണി നിറഞ്ഞ ഓരോ വരിയും അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു. പക്ഷെ അതൊന്നും ആരോടും പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. സിദ്ധാർത്ഥിനോടോ അമലിനോടോ മറ്റാരോടോ അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. മറുവശത്ത് പാറുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അസ്വസ്ഥതകൾ സിദ്ധാർത്ഥിനെയും അമലിനെയും വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അവളിൽ എന്തോ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കുറപ്പായിരുന്നു. ആ ഭയം കണ്ടെത്താതെ അവളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് വൈകുന്നേരം അവർ ശ്രേയയെ കാണാൻ തീരുമാനിച്ചത്. കോളേജിലെ അവരുടെ സുഹൃത്താണ് ശ്രേയ. സൂര്യൻ പതിയെ അസ്തമിച്ച ആകാശം ഓറഞ്ചും ചുവപ്പും കലർന്ന മനോഹരമായ നിറങ്ങളിലേക്ക് വഴിമാറിയിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റിന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ അമൽ മൗനം ഭേദിച്ചു. സിദ്ധു, നിനക്കിപ്പോഴും ആര്യയെ മറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് ഓർമ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ചില ആളുകൾ ലോകത്തുണ്ടോടാ? അപ്പോഴും മനസ്സിലുണ്ട് അല്ലേ? അമൽ കളിയാക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. സിദ്ധാർത്ഥ് റോഡിലെ ട്രാഫിക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലുണ്ടെന്നല്ല, ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് പോയാലും ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോകില്ല. അതങ്ങനെയാണ്. അമൽ ചെറുതായി ചിരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. നിന്നെക്കാളും കൂടുതൽ ജർമ്മനിയെ സ്നേഹിച്ച ആളല്ലേ അവൾ. അത് കേട്ടതും സിദ്ധാർത്ഥ് ഒരു ചിരി ചിരിച്ചു. സത്യം, നമ്മൾ മഴ പെയ്യുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ അവൾക്ക് സ്നോ പെയ്യുന്നതായിരുന്നു ഇഷ്ടം. നമ്മൾ ചായയുടെ ചൂടിൽ സമാധാനം കണ്ടെത്തുമ്പോൾ അവൾ കോഫിയുടെ കയ്പാണ് അന്വേഷിച്ചത്. നമ്മൾ നാട്ടിലെ ഈ കൊച്ചു ലോകത്ത് ഒതുങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അവൾക്ക് ഈ ലോകം മുഴുവൻ കാണണമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരുമിക്കാത്തത്? അമൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് നിശബ്ദനായി. ആ നിശബ്ദതയിൽ ഒരുപാട് വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അമലിന് മനസ്സിലായി. ചില ആളുകളെ നമുക്ക് ഭ്രാന്തമായി ഇഷ്ടപ്പെടാം, പക്ഷേ അവരെ ഒരേ ജീവിതം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥിൻ്റെ വാക്കുകളിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം അവർ ശ്രേയയുടെ വീടിനടുത്തുള്ള പള്ളിയുടെ മുന്നിലെത്തി. ശാന്തമായ പള്ളിമുറ്റം. വിളിച്ചപ്പോൾ അവൾ വീട്ടിലില്ല, പള്ളിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് ചെന്നത്. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ആരവങ്ങൾ. അതിനിടയിൽ ഒരു ബെഞ്ചിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്ന ശ്രേയയെ അവർ കണ്ടു. അവരെ കണ്ടതും അവൾ കൈവീശി ചിരിച്ചു. ഓഹ്, നമ്മുടെ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയല്ലോ. ഒന്ന് നിർത്തടി, അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സീരിയസ് കാര്യമുണ്ട്. അവളുടെ മുഖത്തെ ഭാവം അത് കേട്ടതും പെട്ടെന്ന് മാറി. അത് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ശ്രേയ എഴുന്നേറ്റ് അവർക്കൊപ്പം പള്ളിയുടെ വശത്തുള്ള ഒഴിഞ്ഞ ബെഞ്ചിൽ ചെന്നിരുന്നു. അമലും സിദ്ധാർത്ഥും പാറുവിനെക്കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞു. അവളുടെ ഭയം, ക്ലാസ്സിലെ മൗനം, ട്യൂഷനിൽ വെച്ചുണ്ടായ കരച്ചിൽ, അവസാനമായി അവൾ പറഞ്ഞ എനിക്കാരുമില്ല എന്ന വാക്ക് വരെ. ശ്രേയ ഇതൊന്നും ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവസാനം അവൾ ദീർഘമായി ശ്വാസം വിട്ടു. ഇത് സാധാരണ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്കും അതാണ് തോന്നുന്നത്, സിദ്ധാർത്ഥ് പറഞ്ഞു. സഹായം ചോദിക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ ഒന്ന് അവളെ തടയുന്നുണ്ട്. ശ്രേയ കുറച്ചു നേരം ആലോചിച്ചു. ഞാൻ സംസാരിക്കാം. ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി തുറന്നു പറയാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിക്കണം. അവളെ ഒട്ടും നിർബന്ധിക്കരുത്. അവൾക്ക് വിശ്വാസം വരണമെങ്കിൽ സമയമെടുക്കും. സിദ്ധാർത്ഥും അമലും അതിന് സമ്മതിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ചേച്ചി. 3 പേരും തിരിഞ്ഞു നോക്കി. തോളിൽ ബാഗുമായി ചിരിച്ചുകൊണ്ടുവരുന്ന രാഹിൻ. രാഹിൻ, ഇങ്ങോട്ട് വാ, ശ്രേയ വിളിച്ചു. ട്യൂഷൻ കഴിഞ്ഞായിരുന്നോ? ശ്രേയ ചോദിച്ചു. ആ ചേച്ചി, അവൻ മറുപടി നൽകി. അപ്പോഴാണ് സിദ്ധാർത്ഥ് അവനെ ശ്രദ്ധിച്ചത്.
നീ പാറുവിൻ്റെ ക്ലാസ്സിലല്ലേ? അതെ ചേട്ടാ. അമൽ അവൻ്റെ തോളിൽ കൈവച്ചു. അപ്പോൾ പാറുവിനെ നന്നായി അറിയുമല്ലോ? രാഹിൻ ഒന്നാലോചിച്ചു. അറിയാം, പക്ഷെ അധികം സംസാരിക്കാറില്ല. എപ്പോഴും ഒറ്റയ്ക്കാണ്. ആളുകളെ പേടിക്കുന്ന പോലെയാണ് ചിലപ്പോഴൊക്കെ അവൾ. ആ മറുപടി സിദ്ധാർത്ഥിൻ്റെയും അമലിൻ്റെയും നെഞ്ചിൽ വീണ്ടും ആ പഴയ വേദനയുണ്ടാക്കി. പാറുവിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ അവരുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ആരും അത് തിരിച്ചറിഞ്ഞില്ല. ഒരു വലിയ സത്യം അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് പുറത്തു വരാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു. പള്ളിമുറ്റത്തെ തണുത്ത കാറ്റും ശ്രേയയുമായി സംസാരിച്ചതിൻ്റെ ആശ്വാസവും മനസ്സിലുണ്ടായിരുന്നെങ്കിലും പള്ളിയുടെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഇരുട്ട് പടരാൻ തുടങ്ങി. പാറു, ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ പേടി, അവൾ അന്ന് ക്ലാസ്സിൽ വെച്ച് വിതുമ്പിയത്, ആരും കാണാതെ അവൾ സഹിക്കുന്ന വലിയൊരു വേദന, ഇതൊന്നും അവൻ്റെ ചിന്തകളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഒരു പക്ഷേ താനൊരു ആൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് തന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയാണോ? ശ്രേയ അവളോട് സംസാരിക്കുമ്പോഴെങ്കിലും അവൾക്ക് മനസ്സ് തുറക്കാൻ കഴിയുമോ? ആ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വീടിൻ്റെ പടിവാതിക്കൽ എത്തുമ്പോൾ സിദ്ധാർത്ഥ ആ ഭാരങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. വീട് എന്നും അവന് ഒരു സുരക്ഷിത താവളമാണ്, താൻ സ്നേഹിക്കുന്നവരുടെ ഇടം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൻ ഉറക്കെ വിളിച്ചു, അമ്മേ, ഞാൻ വന്നു. അടുക്കളയിൽ നിന്ന് ഉടനെ മറുപടി വന്നു, ഡാ സിദ്ധു, ഒന്നിങ്ങോട്ട് വന്നേ മോനെ. ഇതാ വരുന്നു. അവൻ ബാഗ് സോഫയിലേക്ക് എറിഞ്ഞ് തളർന്ന് നടന്നുപോയ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അടുക്കളയിൽ സിന്ധു വളരെ കഷ്ടപ്പെട്ട് ചപ്പാത്തി പരത്തുകയായിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ മുത്തുമണി പോലെ കോർത്തിട്ടുണ്ട്. കൈകൾക്ക് ചെറിയ വിറയൽ. എന്താ സിദ്ധുകുട്ടി? അവൾ ചോദിച്ചു. ഈ മാവൊന്ന് കുഴച്ചതാടാ, കൈ വല്ലാതെ വേദനിക്കുന്നു. അവൾ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്നും പറയാതെ തൻ്റെ ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് മടക്കി. അതിനെന്താ, അതിനൊക്കെ ഇത്ര ടെൻഷനാണോ അമ്മേ? ഞാനില്ലേ ഇവിടെ? അവൻ തമാശ രൂപേണെ പറഞ്ഞുകൊണ്ട് മാവ് കുഴയ്ക്കാൻ തുടങ്ങി. സിന്ധു അവിടെ നിൽക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുമ്പോൾ അവൾക്ക് അഭിമാനം തോന്നി. ഇത് വളർത്തു ഗുണമാണോ അതോ അവൻ്റെ സ്വഭാവമാണോ? എന്തു തന്നെയായാലും താൻ പറയാതെ തന്നെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമാണ്. അവൻ മാവ് കുഴയ്ക്കുന്നതിനിടയിൽ അമ്മയുടെ നോട്ടം ശ്രദ്ധിച്ചു. എന്താ എൻ്റെ മോംജിക്ക്? സിന്ധു ചിരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞു. ഒന്നുമില്ല. അല്ലല്ലോ, കാര്യമായി എന്തോ ആലോചിക്കുന്ന പോലെയാണല്ലോ. നിന്നെ നോക്കുകയായിരുന്നടാ. എന്നെ നോക്കാൻ എന്തിരിക്കുന്നു? വലിയ സൗന്ദര്യമൊന്നുമില്ലല്ലോ എനിക്ക്. അവൻ അമ്മയെ കളിയാക്കി. അത് നിനക്ക് തോന്നുന്നതാ, അവൾ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് മുകൾ നിലയിൽ നിന്ന് വലിയ ബഹളവും അലർച്ചയും കേട്ടത്. അമ്മേ, സിദ്ധു ചേട്ടാ, വേഗം വാ. എന്നുമുള്ള കലാപരിപാടിയാണ് ഇതൊക്കെ. പക്ഷെ അവരുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം പോലും പുറത്തു വരില്ല എന്നുള്ളത് വേറൊരു സത്യം. ഇവൻ എൻ്റെ പുസ്തകം എടുത്തു. അവൾ ആദ്യം എൻ്റെ പേന ഒളിപ്പിച്ചു. രണ്ടുപേരുടെയും ശബ്ദം ഒരേ സമയം മുഴങ്ങി. സിദ്ധാർത്ഥ് തലയിൽ കൈവച്ചു. അയ്യോ, തുടങ്ങി ഇവരുടെ ദിവസേനയുള്ള യുദ്ധം. സിന്ധു ചിരിച്ചു. നിന്റെ അനിയനും അനിയത്തിയും പള്ളി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്, പോയി നോക്ക്. സിദ്ധാർത്ഥ് മുകളിലേക്ക് ഓടിക്കയറി. മുറിയിൽ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാർത്തിക്കും മീരയും കട്ടിലിൻ്റെ 2 വശങ്ങളിലായി നിന്ന് പരസ്പരം നോക്കി അലറുകയാണ്. എന്താ ഇന്നത്തെ കേസ്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ചേട്ടാ, മീര ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇവൻ എൻ്റെ ബയോളജി നോട്ടെടുത്തു. കള്ളം, അവൾ എൻ്റെ പേന ഒളിപ്പിച്ചു. കാർത്തിക് അലറി. ഞാൻ ഒളിപ്പിച്ചിട്ടില്ല. ഒളിപ്പിച്ചിട്ടില്ല. അവർ രണ്ടുപേരും തർക്കിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചിരി കഷ്ടിച്ച് നിയന്ത്രിച്ചു. മതി രണ്ടുപേരും. ഇനി ഒരക്ഷരം മിണ്ടിയാൽ രണ്ടുപേരെയും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങും. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി. ഉടനെ രണ്ടുപേരും മിണ്ടാതെ നിന്നു. അല്പസമയത്തിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. തമാശകളും കളിയാക്കലും നിറഞ്ഞ സന്തോഷകരമായ രാത്രി. പാറുവിൻ്റെ വീട്ടിലെ ആ അസ്വസ്ഥതമായ അന്തരീക്ഷത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തം. ഇവിടെ ആർക്കും എന്തും പറയാം, തെറ്റുപറ്റിയാൽ തിരുത്താം, കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആളുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഹാളിലിരിക്കുമ്പോൾ മീര പെട്ടെന്ന് നെറ്റിയിൽ കൈവച്ച് മുഖം ചുളിച്ചു. തലവേദന. സിദ്ധാർത്ഥ് ഉടനെ അവളുടെ അടുത്തേക്ക് മാറിയിരുന്നു. വീണ്ടും തുടങ്ങിയോ ഇത്? അവൻ അവളുടെ തല തൻ്റെ മടിയിലേക്ക് വെച്ചു. പതിയെ നെറ്റിയിൽ വിരലുകൾ കൊണ്ട് തടവി കൊടുക്കാൻ തുടങ്ങി. മീരയുടെ കണ്ണുകൾ സുഖത്തോടെ പതിയെ അടഞ്ഞു. ഇപ്പോൾ കുറവുണ്ടോ? അവൻ ചോദിച്ചു. കുറച്ചുകൂടെ ഉണ്ട്, അവൾ മന്ദമായി പറഞ്ഞു. ഇത് കണ്ട് കാർത്തിക് കുറുമ്പോടെ ചിരിച്ചു. എന്നെയും ഒന്ന് തടവിത്താ ചേട്ടാ. നിനക്കെന്താടാ? എനിക്കും തലവേദന. കള്ളം, ആദ്യം പോയി പഠിക്കാനിരിക്കുക.
എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ അടുത്തുണ്ടായിരുന്ന തലയിണ അവന് നേരെ എറിഞ്ഞു. വീട് മുഴുവൻ പൊട്ടിച്ചിരി കൊണ്ട് നിറഞ്ഞു. പക്ഷേ ആ ചിരികൾക്കിടയിലും സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഒരൊറ്റ മുഖം മാത്രം ബാക്കിയായിരുന്നു, പാറു. അവളുടെ ആ നിസ്സഹായമായ മുഖം. അവൾക്കും തലവേദന വരാറില്ലേ? അപ്പോൾ ആരെങ്കിലും അവളുടെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് കൊടുക്കാറുണ്ടോ? അവൾ കരയുമ്പോൾ ആരെങ്കിലും ചേർത്ത് പിടിക്കാറുണ്ടോ? ആരെങ്കിലും അവളുടെ ഭയങ്ങളെ കേൾക്കാറുണ്ടോ? അവന്റെ മുഖത്തെ ചിരി മെല്ലെ മാഞ്ഞു. സിന്ധു അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. എന്താ സിദ്ധു? ഒന്നുമില്ലാമേ. അവൻ ആഞ്ഞു ശ്രമിച്ചു ഒന്ന് ചിരിക്കാൻ. പക്ഷേ ഉള്ളിലൊരു ഭാരം അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ലോകത്തെ എല്ലാ കുട്ടികൾക്കും ഒരു വീടുണ്ടാകാം. പക്ഷേ എല്ലാ വീടുകളും ആ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരിടമല്ല. പാറുവിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ ക്രൂരതകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ആ പാവംകുട്ടി, അവളെ എങ്ങനെ രക്ഷിക്കും? സിദ്ധാർത്ഥ ആ വലിയ ചോദ്യത്തിന് മുന്നിൽ മൗനമായി ഇരുന്നുപോയി.